ക്രിമിനലായിരുന്ന ഒരു 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 പീഡോഫൈലായിരുന്ന ഒരു മനുഷ്യൻ, ഒരു ബ്രോക്കർ, എങ്ങനെയാണ് അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നത്? അയാളുടെ ഫയലിനകത്ത് കിം ജോങ് ഉന്നിന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് ഷീ ജിങ് പിങ്ങിന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് വ്ളാഡിമിർ പുടിന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് ഇറാൻ സുപ്രീമോയുടെ പേരുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് മാത്രം എങ്ങനെ വന്നു? ഈ രാജ്യത്തെ എല്ലാ രാജ്യത്തിന്റെയും ചീഫ്മാരുടെ, പ്രധാനമന്ത്രിമാരുടെ, പ്രസിഡന്റുമാരുടെ പേര് വന്നിട്ടില്ലല്ലോ. പേര് വരാത്ത മനുഷ്യന്മാർ അപ്പുറത്ത് നിൽക്കെ എന്തുകൊണ്ട് ആ ചേരിയിൽ നമ്മൾ നിന്നില്ല? നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് അതിനകത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിന് സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് ആ ട്വീറ്റ് പിൻവലിച്ചു എന്ന് കണ്ടു. പക്ഷേ നോക്കൂ, ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസിനകത്ത് നമ്മുടെ സർക്കാർ കുടുങ്ങി നിൽക്കുമ്പോഴാണ് രാജ്യത്തിന്റെ മൊത്തം താല്പര്യങ്ങൾ, കർഷകരുടെ താല്പര്യങ്ങളെ മൊത്തം ബലി കഴിച്ചുകൊണ്ട് ട്രംപുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുന്നു. ആ ഡീല് അഹങ്കാരത്തോടെ ട്രംപ് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പഴയ നികുതിയിലേക്ക് തിരിച്ചു വന്നു പോലുമില്ല. പഴയ നികുതിയിലേക്ക് തിരിച്ചു വരാതെ ഇപ്പോഴും ഉയർന്ന നികുതി നിലനിർത്തിയിരിക്കുന്നു. വൻ നികുതി പ്രഖ്യാപിച്ചിരുന്ന ഒരു ഇളവ് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തുമെന്ന്. എത്രയോ കാലമായി നമുക്ക് സാഹോദര്യം ഉണ്ടായിരുന്ന, നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്ന, പ്രതിരോധ ഡീൽ ഉണ്ടായിരുന്ന റഷ്യയുമായിട്ട് നമ്മൾ ഏർപ്പാട് നിർത്താൻ പോവുകയാണെന്ന് അമേരിക്കയെ പോലും രാജ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് നാം ഇന്ത്യക്കാരുടെ മുഖത്ത് നോക്കി അയാൾ അഹങ്കാരത്തോട് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും മൗനമാവുന്നു, സർക്കാരും മൗനമാവുന്നു, ആർക്കും ഒന്നും പറയാനില്ല. ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ? ഈ പ്രശ്നം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എപ്സ്റ്റീൻ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, എപ്സ്റ്റീൻ വിചാരിച്ചാൽ പ്ലെയിൻ കയറി എവിടേക്കും പോയി ആരെയും കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? എപ്സ്റ്റീൻ വാസ് എ ക്രിമിനൽ ആൻഡ് ഒരു പിഡോഫൈൽ. കുട്ടികളെ പീഡിപ്പിച്ച ആളാണ്. വലിയ തോതിലുള്ള അക്രമങ്ങൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആളാണ്. യുദ്ധങ്ങൾ പോലും ആസൂത്രണം ചെയ്ത ആളാണെന്ന് അയാളെക്കുറിച്ച് ആരോപണമുണ്ട്.